BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. പെരുമ്പാവൂർ മേഖലയിൽ തുടർച്ചയായി കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്നത് ജനജീവിതത്തെ ബാധിക്കുന്നു. കഴിഞ്ഞയാഴ്ച 4 ദിവസം കുടിവെള്ളം മുടങ്ങി. ഈ ആഴ്ചയിലും വിതരണം ഭാഗികമാണ്. കാലപ്പഴക്കം ചെന്ന പൈപ്പുകൾ മാറ്റുന്ന ജോലികൾ നടക്കുന്നതാണ് വിതരണം തടസ്സപ്പെടാൻ കാരണം. ഓഫീസുമായി ബന്ധപ്പെടുന്നവരോട് ടാങ്ക് വൈകിട്ട് തുറക്കും, വെള്ളം ഉടൻ വരും എന്ന് പറഞ്ഞ് കൈയൊഴിയുന്നതല്ലാതെ കൃത്യമായ വിശദീകരണം നൽകാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ആവശ്യമായ മുന്നൊരുക്കങ്ങളും ബദൽ സംവിധാനങ്ങളും ഒരുക്കാതെ ജോലികൾ നടത്തുന്നത് പ്രതിഷേധത്തിനിടയാക്കുന്നുണ്ട്. നഗരത്തിലും സമീപ സ്ഥലങ്ങളിലും വീടുകളെയും സ്ഥാപനങ്ങളെയും ഇത് സാരമായി ബാധിക്കുകയാണ്. ഹോട്ടലുകളും ബേക്കറികളും ഉൾപ്പെടെ ഭക്ഷണശാലകൾ വെള്ളമില്ലാത്തത് മൂലം പ്രതിസന്ധിയിലാണ്. വാടകമുറികളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ പോലും അടച്ചിടേണ്ട ഗതികേടിലാണ്. നഗരത്തിലെ മാത്രം പൊട്ടിയ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കണമെങ്കിൽ മാസങ്ങളെടുക്കും. പരിചയസമ്പന്നരല്ലാത്ത ജോലിക്കാരെ വെച്ചാണ് പണികൾ നടത്തുന്നത്. ഒരിടത്ത് വെട്ടിപ്പൊളിച്ചിട്ടാൽ ആ ഭാഗത്തെ ജോലികൾ തീർക്കാതെ മറ്റ് ഭാഗങ്ങളിൽ പൊളിക്കുന്ന തരത്തിലാണ് പണികൾ. പല സ്ഥലങ്ങളിലും പൈപ്പുകൾ പൊട്ടി വെള്ളം പാഴാകുന്നതും പ്രശ്നമാണ്. നഗരസഭാ പരിധിയിലെ ജോലികൾക്ക് പുറമെ വെങ്ങോല പഞ്ചായത്തിലേക്ക് പൈപ്പുകൾ സ്ഥാപിക്കുന്ന ജോലികളും തീർക്കേണ്ടതുണ്ട്. ഈ പണികൾ കൂടി തുടങ്ങുന്നതോടെ കുടിവെള്ള വിതരണം കൂടുതൽ പ്രതിസന്ധിയിലാകുമെന്ന ആശങ്കയിലാണ് ഉപഭോക്താക്കൾ. നഗരസഭയുടെ 1, 24, 26, 27 വാർഡുകളിൽ വരുന്ന വല്ലം, റയോൺപുരം, കൊച്ചങ്ങാടി, സൗത്ത് വല്ലം പ്രദേശങ്ങളിൽ ട്രാവൻകൂർ റയോൺസ് കമ്പനിയിൽ നിന്ന് പുറന്തള്ളപ്പെട്ട മാരക രാസപദാർത്ഥങ്ങളും ആസിഡും ഭൂമിയിൽ അലിഞ്ഞു ചേർന്നതിനാൽ കിണറുകൾ ഉപയോഗശൂന്യമാണ്. ഇവരുടെ ഏകാശ്രയമാണ് ജല അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം. പാലാരിവട്ടം സംസ്കാര ജംഗ്ഷനിൽ ലഹരി ഉപയോഗിച്ച യുവാവിന്റെയും യുവതിയുടെയും പരാക്രമം പോലീസിനും നാട്ടുകാർക്കും നേരെ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 15 കിലോ കഞ്ചാവുമായി പഞ്ചാബ് സ്വദേശി പിടിയിൽ. വ്യാഴാഴ്ച മാത്രം എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത ലഹരി കേസുകളാണിത്. കൂടാതെ കരുവേലിപ്പടിയിൽ ലഹരിയില്ലെന്ന് സംശയിക്കുന്ന യുവാവ് 4 കാറിന്റെയും ഒരു ഓട്ടോറിക്ഷയുടെയും ചില്ല് അടിച്ചു തകർത്തതും വ്യാഴാഴ്ച തന്നെ. ഒരു ഭാഗത്ത് പോലീസും എക്സൈസും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പരിശോധന നടപടികളും ശക്തമാക്കുമ്പോൾ മറുഭാഗത്ത് കൊച്ചി നഗരത്തിൽ ിലേക്കുള്ള ലഹരി ഒഴുക്ക് നിയന്ത്രണമില്ലാതെ തുടരുന്നു എന്നതിന്റെ ചില ഉദാഹരണങ്ങൾ മാത്രമാണിത്. ഉപഭോക്താക്കൾക്കായി ലഹരി വിൽപ്പന ഒരു വശത്ത് പൊടിപൊടിക്കുമ്പോൾ ലഹരി ഉപയോഗിച്ച ശേഷമുള്ള ആക്രമണവും പരാക്രമങ്ങളും നിത്യേന എന്നോണം വർദ്ധിക്കുകയാണ്. ഞായറാഴ്ച അർദ്ധരാത്രി കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിൽ ലഹരിക്കടിമപ്പെട്ട അന്തർ സംസ്ഥാന തൊഴിലാളി അഴിച്ചുവിട്ട പരാക്രമത്തിൽ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലെ 2 പോലീസുകാർക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു. അർദ്ധരാത്രി റോഡിലൂടെ വരുന്ന വാഹനങ്ങളെ പ്രതി തടഞ്ഞു നിർത്തുകയും കാൽനടക്കാരെ ആക്രമിക്കുകയും ചെയ്യുന്നുവെന്ന് അറിഞ്ഞെത്തിയ ASI, CPO എന്നിവരെയാണ് കല്ലുകൊണ്ടെറിഞ്ഞും മറ്റും ഗുരുതര പരിക്കേൽപ്പിച്ചത്. ക്രമസമാധാന പാലകരായ പോലീസിനെ തന്നെ ആക്രമിച്ച് മുന്നേറുകയാണ് ലഹരി സംഘങ്ങൾ എന്നതും ഏറെ ഗൗരവമാണ്. ആലുവ കുന്നത്തേരിയിൽ 20 ഗ്രാം MDMA-യും 25 ഗ്രാം കഞ്ചാവുമായി സ്കൂളിന് പിറകിലെ റോഡിൽ കഞ്ചാവും ബ്രൗൺ ഷുഗറും വിൽപ്പന പതിവാക്കിയ അസം സ്വദേശി കുടുംബശ്രീ കൂട്ടായ്മയുടെ ജാഗ്രത മൂലം പിടിയിലായി. അസമിൽ നിന്ന് കൊണ്ടുവന്ന മയക്കുമരുന്ന് ഗുളികകൾ, കഞ്ചാവ് എന്നിവ വരാപ്പുഴയിലെ അന്തർ സംസ്ഥാന തൊഴിലാളികൾക്ക് വിൽപ്പന നടത്തുന്നതിനിടെ അസം സ്വദേശികൾ പിടിയിലായി. പെരുമ്പാവൂർ പോഞ്ഞാശ്ശേരിയിൽ ഹെറോയിനുമായി അന്തർ സംസ്ഥാന തൊഴിലാളി പിടിയിലായി. ഫെബ്രുവരിയിൽ ജില്ലയിൽ വിവിധയിടങ്ങളിൽ നിന്ന് കേട്ട വാർത്തകളാണിത്. കോലഞ്ചേരി ദേശീയപാത പുനരുദ്ധരിച്ചപ്പോൾ ബ്ലോക്ക് ജംഗ്ഷനിലെ കൊടുംവളവിൽ അപകട സാധ്യതയേറി. ഇവിടെ യാത്രക്കാർക്ക് നടന്നു പോകാൻ വഴിയില്ലാത്തതാണ് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നത്. ടാറിംഗ് നടത്തിയതോടെ കൊടുംവളവിൽ അമിത വേഗത്തിലാണ് വണ്ടികൾ പോകുന്നത്. സമീപത്തെ കെട്ടിടത്തിന്റെ തൂണ് പറിച്ചുമാറ്റിയത് യാത്രക്കാർക്ക് ഭീഷണിയായി നിൽക്കുന്നു. റോഡിലേക്ക് ഇറങ്ങി നടന്നു പോകേണ്ട ഗതികേടിലാണ് യാത്രക്കാർ. നടന്നു പോകുന്നവർക്ക് നേരെയും പിന്നിൽ നിന്ന് വരുന്ന വണ്ടികൾ കാണാൻ കഴിയില്ല. ഇവിടെ ഒട്ടേറെ അപകടങ്ങൾ നടന്നിട്ടുള്ളതാണെന്നും നാട്ടുകാർ പറയുന്നു. ബ്ലോക്ക് ഓഫീസും മിനി സിവിൽ സ്റ്റേഷനും തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ നല്ല തിരക്കുണ്ട്. ദേശീയപാതയുടെ വീതി വർദ്ധിപ്പിക്കാതെ പുനരുദ്ധാരണം നടത്തുന്നതുകൊണ്ട് ആളുകൾക്ക് പ്രയോജനം ലഭിക്കില്ലെന്നാണ് ആക്ഷേപം. ഈ വളവിൽ സുരക്ഷിതമായ നടപ്പാത ഒരുക്കണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011172 ബന്ധപ്പെടാവുന്നതാണ്.
ബസ്സുകൾ തോന്നിയ റൂട്ടിലൂടെ ഓടിയിട്ടും മോട്ടോർ വാഹന വകുപ്പിനും പോലീസിനും അനക്കമില്ല. നോക്കുകുത്തി നിലപാട് സ്വീകരിക്കുന്ന അധികൃതർക്കെതിരെ പ്രതിഷേധം പൊങ്ങിയുന്നു. നഗരം ചുറ്റാതെ ലിമിറ്റഡ് സ്റ്റോപ്പുകളും സ്വകാര്യ ബസ്സുകളും ഓടുന്നത് കാരണം യാത്രക്കാർ ദുരിതത്തിലാണ്. ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ നിയമലംഘനം തുടങ്ങിയിട്ട് വർഷങ്ങളായി. പലതവണ പരാതികൾ ഉയർന്നിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. നവീകരിച്ച ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് സ്റ്റാൻഡിൽ എത്തുന്ന ബസ്സുകളുടെ നമ്പറുകൾ രേഖപ്പെടുത്താൻ നഗരസഭ നടപടിയെടുത്തെങ്കിലും നിയമലംഘനം തടയാനായില്ല. ഒരു മാസത്തോളം ചേന്ദമംഗലം കവലയിൽ കാന നിർമ്മാണം നടന്നിരുന്നു. ഇടുങ്ങിയ കവലയിലൂടെ ആ സമയത്ത് ബസ്സുകൾ തിരിയാൻ പ്രയാസം നേരിട്ടതിനാൽ ഇതുവഴി പോകേണ്ട എല്ലാ ബസ്സുകളും KMK കവലയിൽ നിന്ന് മുനിസിപ്പൽ കവല വഴിയാണ് സ്വകാര്യ ബസ് സ്റ്റാൻഡിലേക്ക് പോയത്. എന്നാൽ കാന നിർമ്മാണം പൂർത്തിയായിട്ടും പല ബസ്സുകളും ചേന്ദമംഗലം കവല വഴി സർവീസ് നടത്തുന്നില്ലെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. എറണാകുളത്ത് നിന്ന് ഗുരുവായൂർ, തൃശൂർ തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് പോകുന്ന ദീർഘദൂര ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളും വൈപ്പിൻ, വരാപ്പുഴ മേഖലകളിൽ നിന്നെത്തുന്ന സ്വകാര്യ ബസ്സുകളും KMK കവലയിൽ നിന്ന് പുല്ലംകുളം, ചേന്ദമംഗലം കവല വഴി നഗരം ചുറ്റി സർവീസ് നടത്തണമെന്നാണ് നിയമം. സ്വകാര്യ ബസ്സുകൾ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ എത്തേണ്ടതും ഇതുവഴിയാണ്. പക്ഷേ ബസ്സുകൾ നഗരം ചുറ്റാത്തതിനാൽ യാത്രക്കാർ KMK കവലയിലോ മുനിസിപ്പൽ കവലയിലോ ഇറങ്ങി നടക്കുകയോ ഓട്ടോറിക്ഷയെ ആശ്രയിക്കുകയോ വേണം. ചില ബസ്സുകൾ യാത്രക്കാരുമായി കനാൽ റോഡ്, TB റോഡ് പോലുള്ള ഇടറോഡുകളിലൂടെയും പോകുന്നുണ്ട്. നഗരം ചുറ്റാത്ത ബസ്സുകളുടെ ജീവനക്കാരും യാത്രക്കാരും തമ്മിൽ തർക്കമുണ്ടാകുന്നതും പതിവാണ്. ജനങ്ങളുടെ ദുരിതം വർദ്ധിപ്പിച്ചിട്ടും മോട്ടോർ വാഹന വകുപ്പും പോലീസും നഗരസഭയും ഇടപെടാത്തതാണ് യാത്രക്കാരുടെ പ്രതിഷേധത്തിന് കാരണം. സുതാര്യമായും കാര്യക്ഷമമായും നിശ്ചിത ഇടവേളകളിൽ പരിശോധന നടത്തിയാൽ പരിഹരിക്കാവുന്ന പ്രശ്നമായിട്ടും അധികൃതർ അനങ്ങുന്നില്ല. പരിശോധന കർശനമാക്കി നിയമലംഘനം നടത്തുന്ന ബസ്സുകൾക്കെതിരെ നടപടിയെടുക്കണമെന്നും എല്ലാ ബസ്സുകളും നഗരം ചുറ്റി സഞ്ചരിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നുമാണ് യാത്രക്കാരുടെ ആവശ്യം. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.